ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിച്ച ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയുക, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളുമായി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പെരിങ്ങോട്ടുകര നാലുംകുടിയ സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജാനകി കോംപ്ലക്സ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി.ഐ. ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ച യോഗം കെ.പി.സി.സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, എൻ.എസ്. അയ്യൂബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആന്റോ തുറയൻ, മണ്ഡലം പ്രസിഡന്റുമാരായ എം.കെ. ചന്ദ്രൻ, കെ.ബി. രാജു, പി.എം. സിദ്ദിഖ്, സന്തോഷ് മാസ്റ്റർ വലപ്പാട്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി. വിനു എന്നിവർ പ്രസംഗിച്ചു. വി.കെ. പ്രദീപ്, സി.ആർ. രാജൻ, വി.കെ. സുശീലൻ, ഫിറോസ് ത്രിവേണി, ഷൈൻ പള്ളിപ്പറമ്പിൽ, അമീർ ഷാ പി.എം., സന്ധ്യ ഷാജി, രാമൻ നമ്പൂതിരി, ഗഫൂർ തളിക്കുളം, ജീജ ശിവൻ, പ്രവീൺ രവീന്ദ്രൻ, രഹന എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അമൂല്യമായതുപോലെ തന്നെ ലോകത്തിന് തന്നെ മഹാമാതൃകയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന. ആ ഭരണഘടനാ ശില്പിയെ വഴിയിൽ പോകുന്ന ചെണ്ട പോലെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കടന്നു വരികയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഭരണഘടന അട്ടിമറിക്കാനും പുതിയ RSSന്റെ ഭരണഘടന രാജ്യത്ത് നടപ്പിലാക്കാനും ഇറങ്ങി പുറപ്പെട്ടവരെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികൾ ചെറുത്തു തോൽപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഭരണഘടനയെ നിഷ്കാസനം ചെയ്യുന്നതിനു വേണ്ടി ഭരണഘടനാ ശില്പിയായ അംബേദ്കർക്ക് നേരെ ആക്ഷേപം ചൊരിയുകയാണ്.